അടിപൊളി ടേസ്റ്റുള്ളൊരു വെറൈറ്റി വെളുത്തുള്ളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. നല്ലെണ്ണ ആകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ച കപ്പലണ്ടിയാണ്. 2 മിനിറ്റ് നേരം നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നമ്മൾ 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിയാണ് കേട്ടോ, പച്ചമല്ലിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെളുത്തുള്ളി പൊളിച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 10 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. ഈ തേങ്ങയും വറ്റൽമുളകും ഒക്കെ നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മുളകും തേങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കളർ ചേഞ്ച് ആവേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതാ തേങ്ങയുടെ കളർ കണ്ടോ, ഇതുപോലൊന്ന് ചേഞ്ചായി വന്നാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചൂടോടുകൂടി നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ പാനിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ പൊടി അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്കുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സഡ് ജാറിലോട്ട് മാറ്റാം. വറുത്തെടുത്ത സാധനങ്ങൾ നമ്മളിത് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ശരിക്കൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങനെ നൈസായിട്ട് ഇത് പൊടിച്ചെടുക്കണ്ട കേട്ടോ, കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതേ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള വെളുത്തുള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോട് മാത്രമല്ല ഇഡലി, ദോശ, ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.